കണ്ണൂരിൽ സംഭവിച്ചത് കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ തന്നെ സംഭവിക്കുന്നത് പോലെ തന്നെ തെരുവ് നായ, അത് ചിലപ്പോൾ പേ പിടിച്ച നായാവാം, ജനങ്ങളെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം പല സ്ഥലങ്ങളിലുമുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ പരിധിക്കകത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ അതുപോലെ സംഭവം ഉണ്ടായി. ഇതിനൊരു ശാശ്വതമായ പരിഹാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധ്യമാണ് എന്നൊരു വലിയ ചർച്ച നടക്കേണ്ടത്. കാരണം ഇതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ ഫലത്തിൽ ചെയ്യുന്നില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുന്നു, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറയുന്നു. ഇന്ന് കണ്ണൂർ കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗം നടത്താനാവാത്ത വിധത്തിൽ CPM പ്രവർത്തകന്മാർ വന്ന് അത് അതിക്രമിച്ച് കടക്കുകയും ആ കൗൺസിൽ യോഗത്തെ അലങ്കോലപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കുകയും ഉണ്ടായി. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഭരണസമിതിയുടെ വീഴ്ചയാണ്. ഒരു മാസം മുമ്പ് CPM ഭരിക്കുന്ന ചെമ്പിലോട്, അഞ്ചരക്കണ്ടി പഞ്ചായത്തുകൾ ഏകദേശം 40ഓളം ആളുകളെ തെരുവ് പട്ടി കടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന് നിലവിൽ എല്ലാവർക്കും അറിയാം, ആനിമൽ ബർത്ത് കൺട്രോൾ ABC, അതായത് വന്ധ്യംകരിക്കുക എന്ന നടപടി മാത്രമാണ് നിയമാനുസൃതമായിട്ടുള്ളത്. ആ വന്ധ്യംകരിക്കുന്ന നടപടി അതിന്റെ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് തന്നെ ഒരു ഉത്തരവാക്കിയിട്ടുണ്ട്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ DPCയുടെ ജില്ലാ പ്ലാനിംഗ് സമിതിയുടെ അധ്യക്ഷ കൂടിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ DPC ഒരു പ്രോജക്റ്റ് വെച്ച് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ അതിന് ആ DPC പ്രോജക്റ്റിനകത്ത് ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അംഗങ്ങളാകുന്നു. കോർപ്പറേഷനും അതിനകത്ത് അംഗമാണ്. കോർപ്പറേഷൻ അതിന് പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി കാര്യക്ഷമമായി നടക്കുന്നില്ല എങ്കിൽ പോലും കുറച്ചൊക്കെ അത് നടക്കുന്നുമുണ്ട്. പിന്നെ ഈ വന്ധ്യംകരിച്ചു എന്നതുകൊണ്ട് അതിന് പേ ഇളകില്ല എന്ന് പറയാൻ കഴിയില്ല. വന്ധ്യംകരിച്ചു എന്നതുകൊണ്ട് കടിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നത് ഗവൺമെന്റ് ആണ് മറുപടി പറയേണ്ടത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നേ സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് ഒരു ഹർജി ബോധിപ്പിക്കുകയുണ്ടായി. ആ ഹർജി പിന്നീട് അത് ഹൈക്കോടതിയാണ് തീർപ്പ് ഏൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ച് ഇങ്ങോട്ടേക്ക് അയക്കുന്ന തീരുമാനം ഉണ്ടായത്. അപ്പൊ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നത് കൃത്യമായി വ്യക്തമാക്കേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായി ചെയ്യുവാൻ നിലവിൽ ഉത്തരവുകളും നിയമങ്ങളും ഉണ്ടെങ്കിൽ ആ ഉള്ള നിയമം അനുസരിക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമുണ്ട്. ഇതൊന്നുമില്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിൽ ഇത് വെച്ചു കൊടുത്തിട്ട് അവരുടെ വീഴ്ചയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് പലരും ശ്രമിക്കുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ ഈ ഒരു രാഷ്ട്രീയമായി തന്നെ ഇതിനെ കാണേണ്ട ഒരു സാഹചര്യമല്ലല്ലോ ഇപ്പോൾ നിലവിലുള്ളത്. കാരണം ഈ കുരച്ചു ചാടുന്ന തെരുവ് നായ്ക്കൾ അത്രയധികം ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഒരു സ്ഥിതി അല്ലെങ്കിൽ അതൊരു പഠനത്തിലൂടെ നടത്തി കൃത്യമായ ഒരു നടപടികൾ ഉടനടി വേണ്ടതല്ലേ, ചെയ്യേണ്ടതല്ലേ? അതിൻ്റെ ഒരു മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും ഒരുപോലെ കൊണ്ടുവന്ന് നിർദ്ദേശിച്ച് അത് നടപ്പിലാക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും. അപ്പം അത് എല്ലാവരും ചർച്ച ചെയ്താൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യം എന്തായിരിക്കും എന്ന് സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തത്. നഗരത്തിനകത്ത് അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ കൊല്ലുവാൻ നിലവിൽ നിയമമില്ല. ഇപ്പൊ ഞാൻ കോർപ്പറേഷൻ ഭരണസമിതി യോഗം കഴിഞ്ഞ് തിരിച്ചു ഇറങ്ങുന്ന സമയത്ത് അവിടെ ജില്ലാ വെറ്റിനറി ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അക്രമകാരികളായ 2-3 പട്ടികളെ, വളരെ മോശമായി ജനങ്ങളെ കടിച്ച പട്ടികളെ കൊല്ലുന്ന നടപടി അവർ സ്വീകരിച്ചു. പേളകി ആ കൊല്ലുന്ന നടപടി സ്വീകരിച്ചതിന് ശേഷം ഇന്ന് അവർക്ക് ഏകദേശം 10ഓളം ഫോൺ കോളുകൾ പല മേഖലകളിൽ നിന്ന് വന്ന് ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കൊന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. അതായത് ഒരു വശത്ത് മൃഗസ്നേഹികളുണ്ട്, ഒരു വശത്ത് ഈ പറഞ്ഞ പേ പിടിച്ചതും അല്ലാത്തതുമായ അക്രമകാരികളായ നായ്ക്കൾ ഒരു വശത്തുണ്ട്. ഇത് എങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുക? ഫലപ്രദമായി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കണ്ണൂരിലെ തെരുവ് നായ പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത് നഗരത്തിൽ വലിച്ചെറിയുന്ന മാലിന്യമാണ്. ആ മാലിന്യം കണ്ണൂർ കോർപ്പറേഷൻ പരിധിക്കകത്ത് കോർപ്പറേഷന് തന്നെ നടപടികൾ കൈക്കൊള്ളാം.
പക്ഷേ കണ്ണൂർ കോർപ്പറേഷനോട് ചേർന്ന് നിൽക്കുന്ന കോർപ്പറേഷൻ പരിധിക്കകത്ത് തന്നെയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന കണ്ടോൺമെന്റ് പ്രദേശമുണ്ട്. ആ കണ്ടോൺമെന്റ് പ്രദേശത്തെ എല്ലാ മാലിന്യവും ഓപ്പൺ ട്രഞ്ച് ഗ്രൗണ്ടിൽ നിക്ഷേപിക്കുന്ന സ്ഥിതിവിശേഷമാണ്. അവിടെ 100 കണക്കിന് തെരുവ് പട്ടികൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.